ലോക്സഭയിലെ നടപടിക്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. തത്സമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ആണ് ഇന്ന് ലോക്സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ബിൽ JPCക്ക് വിടുവാനുള്ള തീരുമാനത്തിലേക്ക് വരികയാണ്. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആണ് ബിൽ അവതരിപ്പിച്ചത്. എതിർപ്പുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. വിവിധ പ്രതിപക്ഷ പാർട്ടികൾ സംസാരിച്ചു. അവരെല്ലാം ബില്ലിനെ എതിർക്കുകയാണ്. ബില്ലിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ലോക്സഭയിൽ നടക്കുന്നത്. JPCക്ക് വിടണം എന്ന കാര്യത്തിൽ NDAയ്ക്കും എതിർപ്പില്ല. ബിൽ JPCക്ക് വിടാൻ തന്നെയാണ് തീരുമാനം. എതിർപ്പുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഭരണഘടനയ്ക്കെതിരാണ് എന്നാണ് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് കാരണം. മറ്റു പ്രതിപക്ഷ പാർട്ടി നേതാക്കളും MPമാർ സംസാരിക്കുകയുണ്ടായി ലോക്സഭയിൽ. माननीय सदस्यगण, प्लीज माननीय सदस्यगण, मैंने फिर आग्रह किया है, जिन माननीय सदस्यों को अपने मत को संशोधित करना है वही पर्ची लें, क्योंकि माननीय सभा विद्वान है, इसलिए एक बार और प्रयास कर लें. നിയമമന്ത്രി അർജുൻ റാം മെഘ്വാളാണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പ് ഈ ബില്ലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വോട്ടിംഗിലേക്ക് പോയിരിക്കുകയാണ് എന്ന പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ബില്ല് JPCക്ക് വിടാൻ സ്പീക്കർ നിർദ്ദേശിക്കുകയും ചെയ്തു. ബില്ലിനെ ഒറ്റക്കെട്ടായി പ്രതിപക്ഷം എതിർക്കുന്ന കാഴ്ചയും ഇന്ന് സഭയിൽ നമ്മൾ കണ്ടു. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് പിൻവലിക്കണമെന്നുമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് പരിഗണനയ്ക്ക് വിടുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനിടെ പ്രതിപക്ഷത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ അപ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിവരം. കോൺഗ്രസ് MP മനീഷ് തിവാരിയാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ സംസാരിച്ചത്. ഈ ബില്ല് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരായ ആക്രമണമാണെന്നാണ് കോൺഗ്രസ് MP മനീഷ് തിവാരി ചൂണ്ടിക്കാട്ടിയത്. സഭയുടെ നിയമനിർമ്മാണ അധികാരത്തിന് അപ്പുറത്തുള്ള ഒന്നാണ് ഇതെന്നും സർക്കാർ ഇത് പിൻവലിക്കണമെന്നും തിവാരി ആവശ്യപ്പെടുകയുണ്ടായി. രാജ്യത്ത് ഏകാധിപത്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ബില്ലാണിതെന്ന് സമാജ്വാദി പാർട്ടി MP ധർമ്മേന്ദ്ര യാദവും ഈ ഘട്ടത്തിൽ ആരോപിക്കുന്ന പശ്ചാത്തലം ഉണ്ടായി. നമുക്കറിയാം, മൂന്നാം മോദി സർക്കാരിന്റെ കാലത്തെ ആദ്യ വോട്ടിംഗ് ആണ് ഇത്. JPCക്ക് വിടാനുള്ള അനുമതി കിട്ടിയാൽ JPCക്ക് വിടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ പ്രതിപക്ഷത്തിലെ ഏതൊക്കെ കക്ഷികൾ ഇതിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്താണ് സംഭവിക്കുക എന്നുള്ള ബിൽ പൂർണ്ണമായും അവതരിപ്പിക്കരുത് എന്നും ഇതൊരു തരത്തിലും പരിഗണിക്കരുത് എന്നുമാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചത്. അതേസമയം ഇത് JPCക്ക് വിടും എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത് എന്നുള്ളതാണ്. അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇത് നിയമമന്ത്രിയും ഇക്കാര്യം വ്യക്തമാക്കി. നിയമമന്ത്രി പറഞ്ഞത് ബിൽ JPCക്ക് വിടാനുള്ള എതിർപ്പ് തങ്ങൾ ആർക്കുമില്ല, അത്തരത്തിൽ വിടാം എന്നുള്ള പശ്ചാത്തലം ഉണ്ടായിരുന്നു. ബില്ലിനെ OICയും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാർ എതിർക്കുന്ന സാഹചര്യം കൂടി നമ്മൾ കണ്ടു. ഇതിനിടെ രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം എഴുന്നേറ്റതോടെ ലോക്സഭ ഇടയ്ക്ക് കുറെ സമയം ബഹളമയമാകുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. നിരവധിയായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സഭയിൽ സംഭവിക്കുകയുണ്ടായി. ഇതിനിടയിലാണ് ഈ ബില്ല് JPCക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വോട്ടിംഗിലേക്ക് സഭ കടന്നിരിക്കുന്നത്. ഇതിനിടയിലും ചില ബഹളങ്ങൾ അവിടെ ഉണ്ടാവുകയുണ്ടായി. നിയമമന്ത്രി ബില്ല് അവതരിപ്പിച്ച സമയം മുതൽ തന്നെ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പ് മുന്നോട്ട് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. നേരത്തെ തന്നെ പ്രതിപക്ഷം ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് പൂർണ്ണമായും എതിരായിരുന്നു. നമുക്കറിയാം, നേരത്തെ നിയമ കമ്മീഷൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചപ്പോൾ പ്രതിപക്ഷ നിരയിലുള്ള പാർട്ടികൾ പോലും ബില്ലിന് അനുകൂലമായി സംസാരിച്ച സാഹചര്യമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇപ്പോൾ മാറ്റമുണ്ട്. തുടർന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ ഏതാണ്ട് എല്ലാ കക്ഷികളും ഈ ബില്ലിനെതിരെ
ബില്ലിനെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായത്. ഇപ്പോൾ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന വാദത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട്. JPCക്ക് വിടാനുള്ള വോട്ടിംഗ് ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. വോട്ടിംഗിൽ ഭൂരിപക്ഷം കിട്ടിയാൽ സംയുക്ത പാർലമെന്ററി സമിതി ബില്ല് പരിഗണിക്കുകയും ചെയ്യും. നിയമ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോകും. ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് ആ തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശരി, രഞ്ജിത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭയിൽ ഇപ്പോൾ വോട്ടിംഗ് നടക്കുകയാണ്. ഈ വോട്ടിംഗ് ആണ് ലോക്സഭയിൽ നടക്കുന്നത്. JPCക്ക് വിടണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് വോട്ടിംഗ് നടക്കുന്നത്. പ്രതിപക്ഷ കക്ഷികളും JPCക്ക് ബിൽ വിടണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. NDAയ്ക്കും ഇക്കാര്യത്തിൽ എതിർപ്പില്ല. JPCക്ക് വിടാനുള്ള സാധ്യതയാണ് ഉള്ളത്. മൂന്നാം മോദി സർക്കാരിന്റെ കാലത്തെ ആദ്യ വോട്ടിംഗ് ആണ് ലോക്സഭയിൽ നടക്കുന്നത്. ഏറെ പ്രതിഷേധങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് ഉള്ളത്. ഭരണഘടനാ വിരുദ്ധമാണ് ബിൽ എന്നാണ് കോൺഗ്രസ് വാദമുന്നയിച്ചത്. അതുപോലെ സമാജ്വാദി പാർട്ടി പറഞ്ഞത് ഇത് ഏകാധിപത്യത്തിലേക്ക് നയിക്കുന്ന ബിൽ ആണെന്നാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ വാദം ഇത് ഒരു വ്യക്തിയുടെ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ബില്ലാണ്, അതല്ലാതെ തെരഞ്ഞെടുപ്പ് പരിഷ്കാരമല്ല ഈ ബിൽ എന്നായിരുന്നു. അങ്ങനെ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യത്തിൽ സംസാരിക്കുകയുണ്ടായി. ഭരണപക്ഷത്തുള്ള TDP ഈ ബില്ലിനെ അനുകൂലിച്ച് സംസാരിക്കുകയുണ്ടായി. എന്തായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെ പ്രതിപക്ഷം എതിർക്കുന്നു. അതുമാത്രമല്ല, ഭരണഘടനാ ഭേദഗതികൾ കൂടി ഈ ബില്ല് നിയമമാകുമ്പോൾ വേണ്ടിവരും. അതിനാൽ തന്നെ അതിനുള്ള ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും JPCക്ക് വിടുവാനുള്ള തീരുമാനത്തിൽ എതിർപ്പ് ഭരണപക്ഷവും പ്രകടിപ്പിക്കുന്നില്ല. ലോക്സഭയിൽ ഈ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്.